ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അവയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ടീഷർട്ടും അതുപോലെ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന പാൻറ്റും ആണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടോട്ട് ബാഗും കൂടി എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ പർച്ചേസിങ്ങിനാണല്ലോ പോകുന്നത്. കാക്ക പുറത്തെല്ലാം സെറ്റായിരിപ്പുണ്ട്, വാവ ഉറങ്ങുവാണേ. ഇടയ്ക്ക് വെച്ചൊന്ന് ഉണർന്നിട്ടുണ്ടായി, അപ്പോൾ ഞാൻ ഉറക്കി എടുക്കുവാണ് കേട്ടോ. കാരണം അവളെ ഉറക്കി കൊണ്ടുപോകുന്നതാണ് എനിക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങുന്നത്. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ വെയിലൊന്നും കൊള്ളാണ്ട് നേരെ വെച്ചിരിക്കാൻ പറ്റൂ കേട്ടോ, അല്ലെങ്കിൽ അവൾ വെയിലത്ത് നല്ല അലമ്പുണ്ടാക്കും. നമ്മളൊരു 1:30 ആ ഒരു സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല വെയിലുണ്ട്. അതുമല്ല നമ്മളിന്ന് ബൈക്കിലാണ് പോകുന്നതും. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ റുവാടെ ഡ്രസ്സ് നമുക്ക് കളക്ട് ചെയ്യണം. തയ്ച്ചിട്ട് എൻ്റെ മാമി ഈസ്റ്റ് ഫോർട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെയും ലാഗ് അടുപ്പിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ നേരെ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോയിട്ടോ. അവിടെ മാമിയും മോളും വെയിറ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ മാമിയുടെ ഇന്ന് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാവയ്ക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവൾക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കാലിലൊക്കെ ഇട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ചെരുപ്പ് കാണുമ്പോഴും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഓരോ ചെരുപ്പും. അങ്ങനെ നമ്മൾ രാമചന്ദ്രയിലും അങ്ങനെ അടുത്തടുത്തിരിക്കുന്ന ഷോപ്പുകളിലൊക്കെ നോക്കിയെങ്കിലും അവളുടെ സൈസിനുള്ള ഷൂസൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ സൈസിനുള്ള നല്ല നല്ല ചെരുപ്പുകളും ഷൂസും ഒക്കെ ഉണ്ടായിരുന്നേ. ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഈ ഒരു ചെരുപ്പാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. ഇതൊരു ഷൂസ് മോഡലിൽ വരുന്ന ചെരുപ്പാണ്. അങ്ങനെ ഇതൊന്ന് ഇട്ട് നോക്കി നമ്മൾ അവളെ നടത്തിയൊക്കെ നോക്കിയപ്പോൾ അവൾക്ക് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വരുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ കെട്ട് ചെരുപ്പ് പോലത്തെ മോഡലിലൊരു ചെരുപ്പ് എടുക്കാം, അത് ഭയങ്കര ക്യൂട്ടായിരിക്കുമെന്ന്. പക്ഷെ അവൾക്ക് ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഭംഗി തോന്നിയില്ല. സോ നമ്മൾ ആ ഒരു ഷൂസാണ് കേട്ടോ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായത്. പിന്നെ മാമിയും അതുപോലെ എൻ്റെ കസിനും തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ അവിടെ നിന്ന് നേരെ സ്റ്റാച്യൂവിലുള്ള സുഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് കാക്കാക്ക് ഡ്രസ്സ് എടുക്കണം, ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഷർട്ട് കിട്ടത്തില്ല എന്ന് എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു. നമുക്കൊരു ഫോർമൽ പാൻറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സുഡിയോയിലേക്ക് വന്നത്. ഷർട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സമ്മർ കൈൻഡ് ഓഫ് ഷർട്ട്സിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ പാൻറ്റും നല്ല നല്ല പാൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ 2 ഫോർമൽ എടുത്ത് കാക്കാക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാക്കാക്ക് ഇത് രണ്ടും ഇട്ടിട്ട് ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും പയ്യെ ഇറങ്ങി. അവിടുന്ന് നേരെ നമ്മൾ അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രനിലേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാ പ്രാവശ്യവും കാക്കാക്ക് ഡ്രസ്സ് നോക്കി വരുമ്പോൾ നമ്മൾ പോകുന്ന കട തന്നെയാണ് രാമചന്ദ്ര, പക്ഷേ കാക്ക അവിടെ നിന്ന് എടുക്കാറേ ഇല്ല. അപ്പോൾ ഇത്രയും വെയിൽ കൊണ്ട് വന്നിട്ട് അത് വെറുതെ ആവൂന്നാണ് കേട്ടോ ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് റുവാക്കുട്ടി നല്ല തളർന്ന് അവിടെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെൻസിൻ്റെ ഫ്ലോറിലേക്ക് പോയി. അങ്ങനെ ഷർട്ടൊക്കെ കുറേ നോക്കി അവസാനം നമുക്ക് വേണ്ട ഒരു ഷർട്ട് എടുത്തു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷർട്ടല്ല, വേറെ ഒരു ഷർട്ടാണ് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തു. കാക്ക ബില്ല് ചെയ്യാൻ വേണ്ടി പോയേക്കുമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം സാധനങ്ങൾ വാങ്ങിയെന്ന്. എൻ്റെ ബാഗ് നിറഞ്ഞിരിക്കുവാണ്. ഈ ഒരു കവറും കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി എൻ്റെ ബാഗിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് കയ്യിൽ വെച്ച് റുവായെ ഫ്രണ്ടിലിരുത്തി കേട്ടോ. അങ്ങനെ റുവാക്കുട്ടി കാക്കാതെടുത്ത് വാപ്പ കൈ മാറ്റിക്കോ, ഞാൻ വണ്ടി ഓടിക്കാമെന്ന രീതിയിൽ കൈ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഈസ്റ്റ് ഫോർട്ടുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോയി. നമുക്ക് അവിടെ നിന്നൊരു കൊറിയർ കളക്ട് ചെയ്യാനുണ്ടായിരുന്നേ. അങ്ങനെ അതും വാങ്ങിയതിന് ശേഷം നമ്മളിനി ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെപ്പോഴും പോകുന്ന ഒരു മെയിൻ സ്പോട്ടിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മുടെ മണക്കാടുള്ള അൽ ഹസൻ്റെ പരിസരത്തുള്ള അവരുടെ തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ, ബുർജൽ മന്തി. അപ്പോൾ ആ ഷോപ്പിലേക്കാണ് പോയത് നല്ല മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജെല്ലിക്കട്ട് മന്തി ഓർഡർ ചെയ്തു. ഞാൻ കുറച്ച് എക്സ്ട്രാ റൈസ് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുവാണ് കേട്ടോ. റുവാക്കുട്ടി നല്ല വിശന്നിരിക്കുന്നത് കൊണ്ട് അവളും നല്ല രീതിക്ക് മന്തിയും അതിലെ കുക്കുംബറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിയൊക്കെ നടക്കുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായി. ഇനി നമുക്ക് റുവായെ മുടിയും കൂടെ വെട്ടിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി റുവായെ മുടി വെട്ടിക്കാൻ കയറ്റി കേട്ടോ. റുവ അപ്പോഴേക്ക് നല്ല ഉറക്കമായിട്ടുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഇവൻ എങ്ങനെയാണ് വെട്ടുന്നതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ മുടിയും വെട്ടി തീർത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇനി അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.